കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും Predictive question പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 207 ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു സബ്ജക്റ്റിന്റെ BCA ന്യൂ കോഴ്സിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റാണ്. അപ്പം ഈ ഒരു സബ്ജക്റ്റിന്റെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ലേൺവൈസിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 4 സെഷൻസിലായിട്ട് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ഒക്കെ ഒരു ഇൻ ഡെപ്തിലുള്ള ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കും. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കും. ഹിസ്റ്റോറിക്കൽ എക്സാം റെലവൻസിൻ്റെ ബേസിസിൽ. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ടാവും. അതായത് ഏതൊക്കെ ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിവ്യൂ നമ്മൾ നോക്കും. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഓരോ ബ്ലോക്കിൽ നിന്ന് ഓരോ യൂണിറ്റിൽ നിന്ന് എത്രമാത്രം റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ഒരു ഫുൾ ലെങ്ത് പേപ്പർ, ഇഗ്നോ മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മോഡൽ ആൻസർ മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 1, അതിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. മോഡലിംഗ് ആൻഡ് മാപ്പിംഗ്, അതിൽ ഡിസൈൻ, കൺസ്ട്രെയിൻസ്, റിലേഷൻസ്, അതിൻ്റെ അപ്പിയറൻസ് 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റെലവൻസ് മീഡിയം ആണ്. ഇനി റിലേഷണൽ ഓൾജിബ്ര, അതിൽ പ്രൊജക്ഷൻ, സെലക്ഷൻ, സെറ്റ് ഓപ്പറേഷൻസ് 5 ടൈംസോളം ചോദിച്ചു. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 1ൽ നിന്ന് തന്നെ DBMS ആർക്കിടെക്ചർ, അതിൽ 3 ലെവൽ, ഫിസിക്കൽ ആർക്കിടെക്ചർ, ഡേറ്റ ഇൻഡിപെൻഡൻസ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 1 എന്ന് തന്നെ DBA ആൻഡ് ഡേറ്റ ഡിക്ഷണറി, ഇതിൻ്റെ റോൾസ് ആൻഡ് ഡേറ്റ ഡിക്ഷണറി 1 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്നതാണ്. ഇനി ബ്ലോക്ക് 2ലേക്കാണ് വരുന്നത്. അതിൽ FDs ആൻഡ് നോർമലൈസേഷൻ, അത് 2NF 3NF, ഡീകമ്പോസിഷൻ, അനോമലസ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ഹയർ നോർമൽ ഫോംസ്, അതിൽ BCNF, ലോസ്ലെസ് ആൻഡ് ഇൻഡിപെൻഡൻസി പ്രിസർവിങ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 4 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയയാണ്. ഇനിയും SQL, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വറിയിങ് സ്റ്റേറ്റ്മെൻറ്റ്, DDL, DML, അതൊക്കെ. അതിൽ ജോയിൻസ്, ഗ്രൂപ്പിംഗ്, ഓർഡറിങ്, സബ് ക്വറീസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2ൽ തന്നെ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ, എൻറ്റിറ്റി ആൻഡ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ഇൻഡെക്സിങ് ആൻഡ് ഫയൽ ഓർഗനൈസേഷൻ, അതിൽ പ്രൈമറി, സെക്കൻഡറി, ക്ലസ്റ്ററിങ്, സീക്വൻഷ്യൽ ഫയൽ 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രാൻസാക്ഷൻസ് ആൻഡ് ആസിഡ് പ്രോപ്പർട്ടീസ്, അതിൽ ഡെഫിനിഷൻ, ആസിഡ് വിത്ത് എക്സാമ്പിൾ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി കൺകറൻസി കൺട്രോൾ, അതിൽ ബ്ലോക്ക് 3ൽ തന്നെ കവർ ചെയ്യുന്നതാണ്. ലോക്സ്, 2PL, സീരിയസ് ലബിലിറ്റി, സ്കെഡ്യൂൾസ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി റിക്കവറി, അതിൽ ലോഗിങ്, ചെക്ക് പോയിന്റ്സ്, ഫോർവേഡ്, ബാക്ക്വേർഡ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ക്വറി പ്രോസസ്സിംഗ് ആൻഡ് കോസ്റ്റ്,
അതിൻ്റെ സ്റ്റെപ്സ് കോസ്റ്റ് എസ്റ്റിമേഷൻ ഒപ്റ്റിമൈസേഷൻ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 4 OODBMS ORDBMS അതിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആൻഡ് ഒബ്ജക്റ്റ് റിലേഷണൽ കോൺസെപ്റ്റ്സ് 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 4 നോക്കുന്നത്. ഇതിൽ ഡേറ്റ വെയർ ഹൗസിംഗ് ആണ് കവർ ചെയ്യുന്നതിൽ അതിൻ്റെ കമ്പോണൻസ്, ഫാക്ട്സ്, ഡയമെൻഷൻ ടേബിൾ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 4 ഡേറ്റ മൈനിങ് ഇതിൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിങ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി NoSQL നോൺ റിലേഷണൽ ഡേറ്റ മോഡൽസ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയയാണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് DBMS അതിൻ്റെ ബേസിക്സ്, ഫ്രാഗ്മെന്റേഷൻ, റെപ്ലിക്കേഷൻസ് ഇത് പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 10 അതിൽ കൂടുതലോ തവണ ചോദിച്ചാണ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 5 to 9 ടൈംസ് മീഡിയവും, <5 ലോ പ്രയോറിറ്റി വരുന്ന ഏരിയയാണ്. ഇനി ഈ ഒരു ബാർ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് 2 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ദെൻ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 1. ഇനി ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ബ്ലോക്ക് 1 യൂണിറ്റ് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 SQL കമാൻഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് 3 അതിൽ ആസിഡ് പ്രോപ്പർട്ടി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ്, ഏരിയാസ് ആണ്. അതിൽ ട്രാൻസാക്ഷൻ, ആസിഡ് പ്രോപ്പർട്ടി, കൺകറൻസി കൺട്രോൾ, SQL ക്വറി ഇതിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 6 പേപ്പർ എടുക്കുകയാണെങ്കിൽ 5 to 6 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത്. കമ്പൽസറി ക്വസ്റ്റ്യൻ്റെ ഏരിയ എന്ന് ചോദിക്കാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ER മോഡലിംഗ് അതിൽ റിലേഷൻസ്, നോർമലൈസേഷൻ, 3NF, 3BCNF, റിക്കവറി ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ഒരു എക്സാം, നമ്മളുടെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. ER ഡിസൈൻ, മാപ്പിംഗ് അതിൽ നമുക്ക് ഡയഗ്രാംസ്, കൺവേർഷൻ ടു റിലേഷൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു 120 to 180 വേർഡ്സിൽ വേണം ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാൻ വേണ്ടി. ഇനി SQL ടാസ്ക് അല്ല ക്വറി കമാൻഡ്സ് 6 to 10 മാർക്സിന് ചോദിക്കാം. അവിടെ നമ്മൾ 4 മുതൽ 8 സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ 120 to 160 വേർഡ്സിൽ വേണം എക്സ്പ്ലനേഷനും എക്സാമ്പിൾസും കൊടുക്കാൻ. ഇനി നോർമലൈസേഷൻ ആൻഡ് FTs അതിൽ അനോമലീസ്, 2NF, BCNF, 4NF ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ, കൺകറൻസി, റിക്കവറി ആ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരു ഓൾമോസ്റ്റ് 10 to 20 മാർക്സിന് 150 to 250 വേർഡ്സിൽ എഴുതണം. ഇനി ഷോർട്ട് നോട്ട്സ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ്റ്റൺ ഒരു 4 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 3 to 4 ലൈൻസിൽ കൊടുക്കാം ആൻസർ 60 to 100 വേർഡ്സിൽ. ഇനി ക്വറി പ്രോസസ്സിംഗ്, കോസ്റ്റ്, ഇൻഡെക്സിങ് ആൻഡ് സ്റ്റോറേജ് 5 to 10 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അഡ്വാൻസ്ഡ് DB അതിൽ RDBMS, NoSQL ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 6 to 10 മാർക്സിന് ചോദിക്കാവുന്ന ഏരിയയാണ്. ഡെഫിനിഷന് വിത്ത് എക്സാമ്പിൾ ആണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ER ഡിസൈൻ ആൻഡ് മാപ്പിംഗ് ഇതിൽ ഡേറ്റ മോഡൽസ്, റിലേഷൻഷിപ്പ്, കൺസ്ട്രൈൻസ് ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓൾമോസ്റ്റ് 10 to 12 മാർക്കിന് ഇൻ ഡെപ്ത് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. SQL ടാസ്കിൽ വരുമ്പോൾ DDL, DML സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ വേണ്ടി 6 to 10 മാർക്സിന് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള സിൻടാക്സ് ഒക്കെ കൊടുത്ത് വേണം ക്വറീസ് എഴുതാൻ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസൈസ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ അതിൽ നോർമലൈസേഷൻ ആൻഡ് FTs, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, 3NF, BCNF ടിപ്പിക്കലി 10 to 20 മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രാൻസാക്ഷൻസ്, കൺകറൻസി ആൻഡ് റിക്കവറി അതിൽ ലോഗ് ബേസ്ഡ് റിക്കവറി, അതുപോലെ 2PL ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആസിഡ് പ്രോപ്പർട്ടി മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 10 to 20 മാർക്സിന് ചോദിക്കാം. അപ്പം ഇനി ബ്ലോക്ക് വൈസ് ഉള്ള വെയിറ്റേജ് നോക്കുമ്പോൾ നമുക്ക് പാസ്റ്റ് ഒരു 5 സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 DBMS ബേസിക്സ്, റിലേഷണൽ മോഡൽ അതിൽ നിന്നൊരു 24.3% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 നിന്ന്
ഓൾമോസ്റ്റ് ഒരു 33% ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ഓൾമോസ്റ്റ് 25.5% ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 4 17.2%ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ, മാപ്പിംഗ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ട്രാൻസാക്ഷൻ, കൺകറൻസി, റിക്കവറി, ആ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഒരു ഹൈപ്പ് കാണും. SQL ക്വറി റൈറ്റിങ്ങിൽ ഒരു ഡിപ്പാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ SQL ക്വറി റൈറ്റിങ്ങിൽ നമുക്ക് സംടൈംസ് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിലും ചില ടൈമിൽ ഒരു ഹൈപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നോർമലൈസേഷൻ, FDസിൽ ഒരു ഡിപ്പ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നമ്മൾ ഇനിയും നോക്കുവാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് 3 തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ബ്ലോക്ക് 3 തന്നെ ഒരു ഇമ്പോർട്ടൻസ്, ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ആണ്. ദെൻ ബ്ലോക്ക് 4, ബ്ലോക്ക് 2. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുവാണെങ്കിൽ 3 hour ആണ് എക്സാം, 100 മാർക്ക് ക്വസ്റ്റ്യൻസ്. അതിൽ നമ്മൾ SQL കമാൻഡ്സ് അതൊക്കെ നമുക്ക് എക്സാമിന് വരാം. അതുപോലെ നോർമലൈസേഷൻ, FDs, TCR, അതുപോലെ തിയറി, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്, തിയറി, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ, അഡ്വാൻസ്ഡ്, അതിനൊരു 85 മിനിറ്റ്സോളം സ്പെൻഡ് ചെയ്യാം. SQLന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ്. ആവശ്യമായിട്ടുള്ള ഡയഗ്രാംസ്, ടേബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാൻ. ഇനി നമ്മൾ നോക്കുന്ന ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, റൈറ്റ് SQL ക്വറി കമാൻഡ്. അതിൽ ജോയിൻസ്, ഗ്രൂപ്പിംഗ്, സബ് ക്വറി പാസ് പേപ്പേഴ്സിൽ 10 times ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഡിസൈൻ ആൻ ഡയഗ്രാം ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു റിലേഷൻസ് വിത്ത് കീ. പാസ് പേപ്പറിൽ 9 times ചോദിച്ചിട്ടുണ്ട്. ഇനി നോർമലൈസ്ഡ് 3NF, BCNF യൂസിങ് ഗിവൺ FDs, പ്രൂവ് ലൂസ്ലെസ് ഡിപ്പെൻഡൻസി പ്രിവെൻഷൻ. പാസ് ടൈമിൽ 9 times ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റ് സ്കെഡ്യൂൾ, സീരീസിലബിലിറ്റി പാസ്റ്റ് പേപ്പേഴ്സിൽ ഒരു 8 timesഓളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫിഫ്ത്ത് വൺ, എക്സ്പ്ലെയിൻ ആസിഡ് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് വിത്ത് എക്സാമ്പിൾ. 7 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പെർഫോം ലോഗ് ബേസ്ഡ് റിക്കവറി വിത്ത് ചെക്ക് പോയിന്റ്സ് 7 timesഓളം പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻഡെക്സിംഗ് ആൻഡ് ഫയൽ ഓർഗനൈസേഷൻ, B+tree, ഹാഷിംഗ് വിത്ത് കോസ്റ്റ് റീസണിങ് 7 timesഓളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ ഡേറ്റ വെയർഹൗസ് സ്കീമ ആൻഡ് ഔട്ട്ലൈൻ ETL 6 തവണയോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ RDBMS വിത്ത് ORDBMS വിത്ത് ഒബ്ജക്റ്റ് ഫീച്ചേഴ്സ് ഹെൽപ്പ് 6 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വറി പ്രോസസ്സിംഗ്, ഇവാലുവേഷൻ, എസ്റ്റിമേറ്റ്, സെലക്ഷൻ, ജോയിൻ, പ്ലാൻ, കോസ്റ്റ് 6 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കുവാണെങ്കിൽ SQL ടാസ്ക് ബ്ലോക്ക് 2 കവർ ചെയ്യുന്നതാണ്. 10 timesഓളം ചോദിച്ചിട്ടുണ്ട്. 9 മാർക്ക് ആയിരിയെന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഡിസൈൻ, അതിൽ ബ്ലോക്ക് 1 മാപ്പിംഗ് 9 timesഓളം ചോദിച്ചിട്ടുണ്ട്. 11 മാർക്ക് ആയിരിയെന്ന് പ്രതീക്ഷിക്കാം. നോർമലൈസേഷൻ ആൻഡ് FDs ബ്ലോക്ക് 2 9 timesഓളം ചോദിച്ചിട്ടുണ്ട്. 14 മാർക്സോളം പ്രതീക്ഷിക്കാം. സീരീസിബിലിറ്റി 2PL, അതിൽ ബ്ലോക്ക് 3 കൺകറൻസി 8 timesഓളം ചോദിച്ചിട്ടുണ്ട്. 11 മാർക്കോളം ആയിരിയെന്ന് പ്രതീക്ഷിക്കാം. ആസിഡ് പ്രോപ്പർട്ടീസ്, ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് 3 ട്രാൻസാക്ഷൻ 7 മാർക്ക് ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 7 timesഓളം ചോദിച്ചിട്ടുണ്ട്. ലോഗിങ് ആൻഡ് റിക്കവറി ബ്ലോക്ക് 3, അത് 9 മാർക്സോളം 7 timesഓളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻഡെക്സിങ്,
ഫയൽ ഓർഗനൈസേഷൻ, ബ്ലോക്ക് 2 ഇൻഡെക്സിങ് ആൻഡ് സ്റ്റോറേജ് 7 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്, 9 മാർക്കോളം പ്രതീക്ഷിക്കാം. ഇനി ഡേറ്റ വെയർഹൗസ് സ്കീമ ETL ബ്ലോക്ക് 4 ഡേറ്റ വെയർഹൗസിംഗ് 6 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്, 7 മാർക്കോളം പ്രതീക്ഷിക്കാം. RDBMS വേഴ്സസ് ORDBMS ബ്ലോക്ക് 4 6 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്, 7 മാർക്കോളം പ്രതീക്ഷിക്കാം. ക്വറി പ്രോസസ്സിംഗ് കോസ്റ്റ് ബ്ലോക്ക് 3 6 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്, 7 മാർക്കോളം പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 48% അല്ലെങ്കിൽ 47%ഓളം, മറ്റു ക്വസ്റ്റ്യൻസ് ഒരു 62.5%ഓളമാണ് കവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ തവണ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബ്ലോക്ക് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ER ഡിസൈൻ, കൺസ്ട്രെയിൻസ്, ER റിലേഷൻസ്. ഇതിന്റെ പ്രോബബിലിറ്റി, ഈ ബ്ലോക്ക് വൈസ് ഉള്ള പ്രോബബിലിറ്റി നോക്കുവാണെങ്കിൽ 100% പ്രോബബിലിറ്റി വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ റിലേഷണൽ ഓൾജിബ്ര ബ്ലോക്ക് 1 തന്നെ അതിൽ പ്രൊജക്ഷൻ, സെലക്ഷൻ, ജോയിൻ, സെറ്റ് ഓപ്പറേഷൻ 83.3%ഓളം ഹൈലി നമുക്ക് പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയാണ്. ദെൻ DBMS ആർക്കിടെക്ചർ, 3 ലെവൽ ആർക്കിടെക്ചർ, ഡേറ്റ ഇൻഡിപെൻഡൻസി 50%ഓളം പ്രോബബിലിറ്റി, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി DBA ആൻഡ് ഡേറ്റ ഡിക്ഷണറി, റോൾസ് ആൻഡ് ഡേറ്റ ഡിക്ഷണറി, അതിൽ 16.7%ഓളം നമുക്ക് പ്രോബബിലിറ്റി പ്രതീക്ഷിക്കാം. ഇനി ബ്ലോക്ക് 2 നിന്നുള്ള ഏരിയാസ് ആണ്. അതിൽ 2NF, 3NF ഡീകമ്പോസിഷൻ അനോമലീസ് 83.3% പ്രോബബിലിറ്റി. ഇനി ഹയർ നോർമൽ ഫോംസ്, അതിൽ BCNF ലോസ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് 66.7%ഓളം പ്രോബബിലിറ്റി. ഇനി SQL, അതിൽ DDL, DML ക്വറീസ്, ജോയിന്, ഗ്രൂപ്പിംഗ്, സബ് ക്വറീസ് 100% പ്രോബബിലിറ്റി വരുന്ന ഏരിയ ആണ്. ഇനി ഇന്റഗ്രിറ്റി കൺസ്ട്രൈൻസ്, അതിൽ എൻറ്റിറ്റി, റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി 50%ഓളം പ്രോബബിലിറ്റി പ്രതീക്ഷിക്കുക. ഇനി ഇൻഡെക്സിങ് ആൻഡ് ഫയൽ ഓർഗനൈസേഷൻ, പ്രൈമറി, സെക്കൻഡറി, ക്ലസ്റ്ററിംഗ്, സീക്വൻഷ്യൽ ഫയൽ 66.7% പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 3 ട്രാൻസാക്ഷൻസ് ആൻഡ് QP, ട്രാൻസാക്ഷൻസ് ആൻഡ് ആസിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സാമ്പിൾ 100 ടൈംസോളം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി കൺകറൻസി കൺട്രോൾ, ലോക്സ്, 2PL, സീരീസിബിലിറ്റി ആൻഡ് സ്കെഡ്യൂൾസ് 83.3% ഹൈലി പ്രോബബിൾ ആണ്. ഇനി റിക്കവറി, ലോഗിങ്, ചെക്ക് പോയിന്റ്സ്, അതിന് റീഡു, അൺഡു 83.3% ഹൈലി പ്രോബബിൾ ആണ്. ഇനി ക്വറി പ്രോസസ്സിംഗ് ആൻഡ് കോസ്റ്റ്, അതിന്റെ സ്റ്റെപ്പ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, ഒപ്റ്റിമൈസേഷൻ 83.3%ഓളം ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 4 OODBMS, ORDBMS, അതിന്റെ കൺസെപ്റ്റ്സ് കമ്പാരിസൺ 83.3% ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 3 തന്നെ ഡേറ്റ വെയർ ഹൗസിംഗ്, അതിൽ കമ്പോണൻസ്, ഫാക്ട്സ്, ഡയമെൻഷൻ ടേബിൾ 83.3% ഹൈലി പ്രോബബിൾ ആണ്. ഇനി ഡേറ്റ മൈനിങ്, ഇതെല്ലാം ബ്ലോക്ക് 4 ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലസ്റ്റർ 83.3% ഹൈലി പ്രോബബിൾ ആണ്. NoSQL, നോൺ റിലേഷണൽ ഡേറ്റ മോഡൽസ് 50%ഓളം പ്രോബബിലിറ്റി വരുന്ന ഏരിയ. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് DBMS, അതിൽ ഫ്രാഗ്മെന്റേഷൻ, റെപ്ലിക്കേഷൻ, ബേസിക്സ്, ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈ 70% അതിലും ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അല്ലെ SQL, ER റിലേഷൻസ്, ട്രാൻസാക്ഷൻ, ആസിഡ്, കൺകറൻസി, റിക്കവറി, ഓക്കെ, നോർമലൈസേഷൻ, ഡേറ്റ വെയർ ഹൗസിംഗ്, ഡേറ്റ മൈനിങ്, ആ ഏരിയ എന്നൊക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി, പ്രാക്ടീസ് ചെയ്തിട്ട്. ഇനി 40-69%ഓളം പ്രോബബിലിറ്റി വരുന്നത് ആ ഒരു ഏരിയ, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് NF, ഹയർ NFC ചോദിക്കാം, ഇന്റഗ്രിറ്റിയില്, NoSQL, DBMS ആർക്കിടെക്ചർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ലോ പ്രോബിലിറ്റി >40, അല്ലെ DBA, ഡേറ്റ ഡിക്ഷണറി, ഡിസ്ട്രിബ്യൂട്ടഡ് DBMS, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി ഡിസംബറിൽ വരാൻ പോകുന്ന എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ നോക്കുവാണെങ്കിൽ 3 hour ആണ് എക്സാം. അതുപോലെ 100 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വെയിറ്റേജ് 70%. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്, 40 മാർക്ക്. അറ്റംപ്റ്റ് എനി 3 ക്വസ്റ്റ്യൻ ഫ്രം ദ ക്വസ്റ്റ്യൻ നമ്പർ 2 to 5. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്,
A hostel management system maintain information about hostel rooms, residence, fee payment, and maintenance request. Each hostel has a unique code, name, warden, and capacity. Room have room number, type, that is single or double, and current status. Residence, student's ID, name, program, phone are allotted exactly one active room at a time. Each fee payment store receipt number, date, amount, mode. A maintenance request ID, date, category, status is raised for a room and handled by a staff member. Perform the following ആണ് ചോദിച്ചേക്കുന്നത്. List all the entities. Second one, list a relevant attribute. Third one, identify a relationship among entity with cardinalities. Fourth one, specify primary foreign key constraints. Fifth one, draw a neat ER diagram. Sixth one, convert the ER diagram to relations with the key. B part, consider the relation. Key attribute underline ചെയ്തിട്ടുണ്ട്. അതിൽ സപ്ലയർ SID എന്ന് പറഞ്ഞിട്ട് SID, S name, city. Part PID, P name, category. Supply SID, PID, unit cost, quantity. Write SQL for list SID, S name for supplier with the supply at least 3 distinct part. Second one, list part name in sensors category with average unit cost less than 500. For each city, count the distinct suppliers who supply any part. Fourth one, create an index to speed up queries that is search supply by PID, unit cost, and justify in one line. ഇനി C പാർട്ടിൽ 3 transaction on item X and Y എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 3 transactions തന്നിട്ടുണ്ട് ഇവിടെ. Produce a conflict serializable schedule equivalent to the serial order. T2 tends to T1, T1 tends to T3. Give a schedule that lead to a lost update and state precisely how strict TP2PL prevents it. Okay, in D part data warehousing define fact and dimension table for hostel payment and analytics. Propose a minimal star schema. Okay, in E part in advanced DBMS context, explain briefly. First one, complex type and one advantage in OR DBMS. Second one, trigger and safe use case. Third one, JSON data type support and one indexing choice. In the second question, explain the role of transaction manager, buffer manager, and recovery manager in a DBMS. B part, define schema versus instance with example. Define super key, candidate key, and primary key. 5 mark question is oronum. C part in a relational algebra, illustrate a natural join and division with a small example and intermediate result. 5 times choice question. D part, explain B plus tree indexing with a small example. Show search and insertion at a leaf. Diagram could include either. Question. Third one, A part given relation R of A, B, C, D, E with the functional dependency A tends to BC, B tends to D, CD tends to E. Compute a minimal cover. First one. Second one, find all keys. Third one, decompose into 3NF. B part define multi-value dependency and 4NF. Provide an example relation with the MVD and decompose it to 4NF. C part what is SQL? List major features. Write a create table statement for a payment table with a check unique and foreign key constraint. In a fourth one, A part define transaction with the concise example, state acid and explain any two properties with the illustration. B part what is lock? Why are lock used? Explain strict two-phase locking with the lock unlock trace for 2 transactions. C part using a small log expert construct backward of undo and forward of redo recovery. Draw the high level step for each. Any fifth question, write short note on any 4
ഓക്കെ 5 മാർക്ക് വെച്ച്. എ പാർട്ടിൽ ഇൻഡെക്സ് only plans and when they occur. B part minimal cover and its use in design. C star versus snowflake schema, one advantage. Then D part classification versus clustering with one metric for each. A part checkpoint and restart performance. F nested query versus join with a brief example. G enhanced ER diagram features specialization and aggregation. അപ്പം ഇതാണ് നമ്മളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ മാർക്കിംഗ് സ്കീമും നമുക്ക് ആൻസർ ആപ്പിൽ അവൈലബിൾ ആണ്. അത് ആക്സസ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. അറ്റ്ലീസ്റ്റ് ഒരു 3 times ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.